അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഇത് ഇപ്പോൾ ഈ സച്ചാർ കമ്മിറ്റിയാണല്ലോ യഥാർത്ഥത്തിൽ ഈ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുന്നതിനെ കുറിച്ച് റിപ്പോർട്ട് UPA സർക്കാരിൻ്റെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കൊടുക്കുന്നത്. പക്ഷേ ഈ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുന്നത് ഏതോ നരേന്ദ്രമോദിയുടെ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഒരു താല്പര്യപ്രകാരമാണ് എന്നതാണ് ഇവിടെ നടക്കുന്ന പ്രചാരണം എന്ന് പറയുന്നത്. 2006 സച്ചാർ കമ്മീഷൻ ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ തന്നെ 12 ലക്ഷം കോടി വഖഫ് ആസ്തി ഉണ്ട്. 12,000 കോടി രൂപയെങ്കിലും ആനുവൽ ഇൻകമായി ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ആകെ കിട്ടുന്നത് 93 കോടി രൂപ മാത്രമാണ് എന്ന് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒരു പരാമർശമാണ്. അതായത് ഈ വഖഫ് സ്വത്തുക്കൾ അന്യായമായി കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് അന്നത്തെ കാലത്ത് പോലും എന്ന് വളരെ കൃത്യമായി പറഞ്ഞത് സച്ചാർ കമ്മീഷനാണ്. ഇപ്പോൾ നോക്കൂ, യോഗി ആദിത്യനാഥ് മുന്നോട്ട് വെച്ചൊരു കണക്കനുസരിച്ച് 100 കോടി രൂപയുടെ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടതായി UP സർക്കാർ കണക്ക് കൂട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ വഖഫ് സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നത് എന്നത് ഇതിനോടകം തന്നെ വ്യക്തമല്ലേ? അല്ല, ഞാൻ അതിന് ഒരു ഉദാഹരണം തരാം. ഹൈദരാബാദിൽ മാരിയോട്ട് ഹോട്ടൽ ഉണ്ട്. ഇന്റർനാഷണൽ ഗ്രൂപ്പാണ്, മൾട്ടിനാഷണൽ കമ്പനിയാണ്. മാരിയോട്ട് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് വഖഫ് ഭൂമിയിലാണ്. ഹൈദരാബാദ് നമുക്കറിയാം, നൈസാംമാർ ഭരിച്ച നാടാണ്. അവിടെ ധാരാളം വഖഫ് ചെയ്യപ്പെട്ട പ്രോപ്പർട്ടികളുണ്ട്. പക്ഷെ കാലക്രമേണ ഇതൊക്കെ കയ്യേറുകയും അന്യാധീനപ്പെടുകയും ചെയ്തു. മാരിയോട്ട് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വരെ കേസ് കൊടുത്ത് വഖഫ് തോറ്റുപോയി. അതോടൊപ്പം അന്ന് ഈ ജസ്റ്റിസ് ഹിദായത്തുള്ള മുഹമ്മദ് ഹിദായത്തുള്ളയുടെ ഒരു റൂളിംഗ് ഉണ്ട്. അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയൊക്കെ ആയി. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാനേജിംഗ് വഖഫ് പ്രോപ്പർട്ടീസ് സെക്യുലർ ആക്ട്. അത് വഖഫിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോ ക്ഷേത്ര സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് ഇറ്റ് ഈസ് എ സെക്യുലർ ആക്ട്. അത് ഇപ്പോ ജില്ലാ കളക്ടർമാരാണ് പല സ്ഥലത്തും ക്ഷേത്രത്തിന്റെ ഇപ്പോൾ പല കാര്യങ്ങളും നോക്കുന്നത്. അതുപോലെ തന്നെ സെക്യുലറായ കോടതികളിൽ പല മതവിഭാഗത്തിൽപ്പെട്ട ജഡ്ജിമാരാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി ഒരു ക്ഷേത്രത്തിലെ ആരാധനാ സമ്പ്രദായം, അവിടുത്തെ ക്ഷേത്രത്തിനകത്തെ റിച്വൽസ്, അവിടുത്തെ സമ്പ്രദായങ്ങള്, ഭക്തജനങ്ങള്, പൂജ, ഇതൊക്കെയാണ് റിലീജിയസ് ആക്ടിവിറ്റി. ആ ക്ഷേത്രത്തിന് സപ്പോസ് ഒരു കോളേജ് ഉണ്ട്. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിന് ശ്രീകൃഷ്ണ കോളേജ് ഉണ്ട്, ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ശ്രീകൃഷ്ണ കോളേജ്. മാനേജിങ് ദി ശ്രീകൃഷ്ണ കോളേജ് അത് ഒരു സെക്യുലർ ആക്ട് ആണ്, അത് ഒരു റിലീജിയസ് ആക്ട് അല്ല. അതേപോലെ വഖഫിന്റെ പള്ളി കൈകാര്യം ചെയ്യുന്നത്, പള്ളിയുടെ ആരാധന സമ്പ്രദായങ്ങൾ നോക്കുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് റിലീജിയസ് ആക്ട്. പക്ഷെ വഖഫ് പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നത്, കാര്യങ്ങൾ നോക്കുന്നത് ഒരു സെക്യുലർ ആക്ട് ആണ്. ഇത് ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ളയുടെ ജഡ്ജ്മെന്റിൽ നിന്ന് വന്നതാണ് ആ സങ്കല്പം. അങ്ങനെയാണ് നമ്മൾ പാർലമെന്റ് പാസ്സാക്കിയ വഖഫ് നിയമം, നമ്മൾ വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യാൻ കൃത്യമായ ഒരു സംവിധാനം വേണമെന്നുള്ള ഒരവസ്ഥയിലെത്തുന്നത്. അതിന് കാരണം ആയിരക്കണക്കിന് കോടി രൂപ വരുമാനം ലഭിക്കേണ്ട അത്രയും വഖഫ് പ്രോപ്പർട്ടി ഇന്ത്യയിലുണ്ട്. പക്ഷെ കിട്ടുന്നത് വളരെ തുച്ഛമായ എമൗണ്ട് ആണ്. അതിനൊരു കാരണം വ്യാപകമായ കയ്യേറ്റങ്ങളും അന്യാധീനവും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. നിരവധി ഇപ്പൊ കേരളത്തിൽ തന്നെ വഖഫിന് അവകാശപ്പെട്ട ഭൂമിയിൽ മണിമാളികകൾ പണിത് ആൾക്കാർ താമസിക്കുന്നുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് വഖഫ് ഭൂമി ആരും കയ്യേറാൻ പാടില്ല എന്ന നിബന്ധനയും. അതോടൊപ്പം മറ്റൊരു വിഷയമുണ്ട്. വഖഫിന്റെ തർക്കങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന തർക്കങ്ങളും മറ്റു മതസ്ഥരായിട്ടും ഉണ്ട്. ഇപ്പൊ കേരളത്തിലൊക്കെ മറ്റു മതസ്ഥരായി തർക്കമുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ അറിയാലോ, ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം 3000 കൊല്ലം പഴക്കമുള്ളത് വഖഫാന്ന് പറഞ്ഞ തർക്കമുണ്ട്. കേരളത്തില് ഇപ്പോ ഇവിടെ നമ്മളെ എന്താ പറയാ, മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലം, അവിടെ വലിയ തർക്കമുണ്ട്. ഒരു ക്ഷേത്ര സ്വത്തുമായി ബന്ധപ്പെട്ട് വഖഫ് ഭൂമിയാന്ന് പറഞ്ഞിട്ട് തർക്കമുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തും അമുസ്ലിങ്ങളുമായി വഖഫ് ബോർഡിൽ തർക്കമുണ്ട്. ഇതൊക്കെ പ്യുവർലി പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടാണ്. ഇതിനൊന്നും മതമില്ല, ഇത് സ്വത്ത് തർക്കമാണ്. അപ്പൊ അതുകൊണ്ടാണ് കാലഹരണ നിയമം നിലവിൽ വരണം. കാലഹരണ നിയമം വഖഫിനും ബാധകമാക്കണം. എല്ലാവർക്കും, ഇന്ത്യയിൽ എല്ലാവർക്കും കാലഹരണ നിയമം ബാധകമാണ് എന്ന വ്യവസ്ഥ കഴിഞ്ഞ തവണ കൊണ്ടുവന്നത്.
ഇന്ത്യയിൽ ആർക്കും ആദിവാസി ഭൂമി, അതായത് ട്രൈബൽ ഭൂമി കയ്യേറാൻ സാധ്യമല്ല. അതും വഖഫിന് ബാധകമാക്കി. മറ്റേ ഒരു പ്രധാനപ്പെട്ട വിഷയം വന്നത് 1995 വഖഫ് നിയമത്തിൽ സെക്ഷൻ 40 ഉണ്ടായിരുന്നു. 40 പ്രകാരം വഖഫിന്റെ ഭൂമിയാണെന്ന്, ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് ബോധ്യപ്പെട്ടാൽ വഖഫ് ബോർഡിന് നോട്ടീസ് അയച്ചാൽ മതി. നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ ആ നോട്ടീസ് കിട്ടിയ വ്യക്തി അത് വഖഫ് ഭൂമി അല്ല, എന്റെ ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് മുമ്പാകെ ഒന്ന് തെളിയിക്കണം. ഇന്ത്യയിൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ അടിസ്ഥാന സങ്കല്പങ്ങൾക്കെതിരാണ്. എന്താണ് നമ്മുടെ നിയമ സങ്കല്പങ്ങളുടെ അടിസ്ഥാനം? ഒരാൾ ആരോപിക്കുന്ന ആൾ തെളിയിക്കണം എന്നാണ്. ഒരു പ്രോപ്പർട്ടി എന്റേതാണെന്ന് ഞാൻ അവകാശപ്പെടുകയാണെങ്കിൽ അത് എന്റേതാണെന്ന് ഞാൻ തെളിയിക്കണം. എന്നെ ഒരാൾ തള്ളി എന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ കേസ് അന്വേഷിച്ച പോലീസ് ഞാനും ചേർന്ന് തെളിയിക്കണം അയാൾ എന്നെ തല്ലി അല്ലെങ്കിൽ എന്നെ കുട്ടി എന്നുള്ളത്. അപ്പൊ ആരോപിക്കുന്ന ആൾ തെളിയിക്കണം എന്നാണ്. വഖഫിന്റെ കാര്യത്തിൽ 1995 നിയമം അത് ഒഴിവാക്കി കൊടുത്തു. എന്നിട്ട് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചാൽ ആ ഭൂമി വഖഫിന്റേതാണ് എന്ന് അവര് തെളിയിക്കണ്ട, അല്ല അത് എന്റേതാണെന്ന് മറ്റേ വ്യക്തി തെളിയിക്കണം. അങ്ങനെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഉള്ളത് വഖഫ് ട്രൈബ്യൂണലിൽ പോകണം. വഖഫ് ട്രൈബ്യൂണലിൽ സാധിച്ചിട്ടില്ല പിന്നെ അപ്പീലില്ല, പിന്നെ റിട്ട് ജൂറിസ്ഡിക്ഷൻ ആണ് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ. ഈ റിട്ട് ജൂറിസ്ഡിക്ഷനിൽ തകരാറുണ്ട്. ഒരു സിവിൽ അപ്പീലിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും റിട്ട് ജൂറിസ്ഡിക്ഷനിൽ പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ഓഫ് ലോ മാത്രമേ ഉന്നയിക്കാൻ പറ്റുള്ളൂ, നിയമപ്രശ്നം മാത്രമേ ഉന്നയിക്കാൻ പറ്റുള്ളൂ. വസ്തുതാപരമായ പ്രശ്നങ്ങൾ, ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് അവിടെ ഉന്നയിക്കാൻ പറ്റില്ല. ഇതൊക്കെ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചത് കൊണ്ട് ആണ് ഈ വഖഫ് പ്രോപ്പർട്ടി മാനേജിങ് ഇറ്റ്സ് എ സെക്യുലർ ആക്ട്. ഇതൊരു സ്വത്ത് തർക്കമാണ്. എയും ബിയും തമ്മിലുള്ള സ്വത്ത് തർക്കം പോലെ, മറ്റേതൊരു വ്യക്തിയോ സ്ഥാപനങ്ങളോ തമ്മിലുള്ള സ്വത്ത് തർക്കം പോലെ ഇത് കേവലം സ്വത്ത് തർക്കമായി കണ്ടാൽ മതി. അതുകൊണ്ടാണ് കാലഹരണ നിയമം ബാധകമാക്കിയത്, അപ്പീൽ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ട്രൈബൽ ലാൻഡിനെ ഒഴിവാക്കിയത്. അപ്പൊ ഇതിന് പിന്നിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, വഖഫിന്റെ ഭൂമി ആരും കൈയേറാൻ പാടില്ല. വഖഫിന്റെ, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ഇന്ന് വഖഫ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഭൂമിയുടെ 60% കൈയേറിപ്പോയിട്ടുണ്ട്, അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ 9 ലക്ഷം ഏക്കർ ഭൂമി വഖഫിന്റെ കൈവശം ഉണ്ടെന്നൊക്കെ പറയും. 9 ലക്ഷം ഒന്നും ആക്ച്വലി ഇല്ല. അതിൽ 60% ആരൊക്കെയോ കൊണ്ടുപോയിട്ടുണ്ട്, അന്യാധീനപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ വഖഫിന്റെ രജിസ്ട്രേഷൻ, ഇപ്പൊ പോർട്ടൽ രജിസ്ട്രേഷൻ വന്നത് എന്തിനാണ്? അത് കൃത്യത കൊണ്ടുവരാനാണ്. രണ്ടാമത്തെ കാര്യം, അത് സുതാര്യമാക്കണം. രണ്ടാമത്തെ കാര്യം, വഖഫ് ഈ സെക്ഷൻ 40 പോലുള്ള വകുപ്പുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ സ്വത്തും അവർ സ്വന്തമാക്കാൻ പാടില്ല. അപ്പൊ രണ്ടും പാടില്ല. ഇവരുടെ ഭൂമി നഷ്ടപ്പെടാൻ പാടില്ല. ഇവർ ആ സെക്ഷൻ 40 എന്ന് പറയുന്ന നമ്മുടെ അടിസ്ഥാന നിയമ സങ്കല്പങ്ങൾക്കെതിരായ വകുപ്പ് ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ഭൂമി തട്ടിയെടുക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു കൃത്യമായ ഒരു നിയമനിർമ്മാണമാണ് നടത്തിയത്. പിന്നെ ഇവിടെ ഇപ്പം മുനമ്പത്തിന്റെ കാര്യം പറഞ്ഞു. മുനമ്പത്തിന്റെ കാര്യത്തിൽ ഫറൂഖ് കോളേജിന് കൃത്യമായ വാദമുണ്ട്. ഞങ്ങൾ ഒരു ട്രസ്റ്റാണ്, ഞങ്ങൾക്ക് തന്ന ഒരു സംഭാവനയാണ് ആ ഭൂമി, അത് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അത് പിന്നീട് കൈവശക്കാരെ ഒഴിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി, അവിടെ കുടികിടപ്പുണ്ടായിരുന്നു. പിന്നീട് ഭൂ പരിഷ്കരണ നിയമം കേരളത്തിൽ ലാൻഡ് റിഫോംസ് ആക്ട് വന്നു. ഇതൊക്കെ വന്നപ്പോൾ ഒരു തർക്കങ്ങൾക്ക് പോകുന്നതിന് പകരം ആ ഭൂമി ഞങ്ങൾ അവർക്ക്, കുടികിടപ്പുകാർക്ക് തന്നെ വിറ്റിട്ട് ആ പൈസ കൊണ്ട് ഞങ്ങൾ ഫറൂഖ് കോളേജിൽ പുതിയ ബ്ലോക്ക് ഉണ്ടാക്കി, പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കി. അതുകൊണ്ട് ഞങ്ങൾ ആ പ്രോപ്പർട്ടി വിറ്റ പൈസ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചത്. അപ്പൊ അതുകൊണ്ട് സിദ്ദിഖ് സേട്ട് തന്ന, എന്തിനു വേണ്ടിയാണോ തന്നത് അതിനുവേണ്ടി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഇത് വഖഫ് അല്ലാതെ ഞങ്ങളുടെ ചാരിറ്റി ഓർഗനൈസേഷൻ തന്ന ദാനമാണ്. ഇപ്പൊ സെക്ഷൻ 2 സുപ്രീം കോടതി തൊടാൻ തയ്യാറായിട്ടില്ല. സെക്ഷൻ 2 അതാണ് പറയുന്നത്, മുസ്ലിം ചാരിറ്റിക്കോ മുസ്ലിം ട്രസ്റ്റിനോ കൊടുത്ത ഒരു വസ്തു ഒരിക്കലും വഖഫ് ആവില്ല എന്നാണ്. അപ്പോ ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്ന ഒരു നിയമപരമായ കൃത്യതയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു സംഗതിയാണ് ഇതിൽ രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ സുപ്രീം കോടതി ഇടപെടാത്ത ഒരു സംഗതിയാണ് 3 വരെ ആവാം, 4 വരെ ആവാം. അതായത് സംസ്ഥാന സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വഖഫ് ബോർഡിൽ 3 വരെയും കേന്ദ്രം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വഖഫ് ബോർഡിൽ 4 വരെ ആവാൻ സുപ്രീം കോടതി നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി അത് അനുസരിക്കില്ല, അല്ലെങ്കിൽ അത് രാഷ്ട്രീയമാണ്, അത് ഡീലാണ്, ഇതിനൊന്നും അർത്ഥമില്ല. ഇഫ് യു മിക്സ് പൊളിറ്റിക്സ് വിത്ത് ലോ അത് വലിയ കുഴപ്പത്തിലേക്കേ പോവുള്ളൂ. രാഷ്ട്രീയം വേറെ, നിയമം വേറെ. ഇത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഒരു തീരുമാനമായി കഴിഞ്ഞ സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി അതിന്റെ മുകളിൽ പരസ്പരം രാഷ്ട്രീയ പരിചാരം നടത്തുന്നതിന് പകരം ഈ നിയമം നിലവിൽ നിന്നുള്ള നിയമപ്രകാരം, അതായത് സുപ്രീം കോടതിയുടെ ഇടപെടൽ കൂടി ഉണ്ടായിട്ടുള്ള നിയമപ്രകാരം ഇത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ഇപ്പൊ നേരത്തെ അഹമ്മദ് സാർ പറഞ്ഞതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വേണം, ബാർ കൗൺസിലിന്റെ പ്രതിനിധി വേണം, പിന്നെ MLA മാര് വേണം, MP മാരുണ്ട്. ഇതൊക്കെ സിറ്റിംഗ് MLA മാരും MP മാരും വേണം.
ഇങ്ങനെ മൊത്തത്തിൽ മൂന്നാൾ ഈ വരുന്ന 11 അംഗ ബോർഡിൽ മൂന്നാൾ മുസ്ലിമുകളാവാം. അവിടെ 21 തോന്നുന്നു കേന്ദ്രത്തിൽ. അതിൽ 4 ആളാവാം. ഇതാണ് വേണ്ടത്. ഇതിനിപ്പോ തർക്കിച്ചിട്ട് പരസ്പരം രാഷ്ട്രീയം പറഞ്ഞതിനെ കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ നിയമം റദ്ദാക്കാൻ സുപ്രീം കോടതി പോയിട്ട് ഗുണം ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ ഹൈക്കോടതിയിൽ ഉത്തരവിന് പോയിട്ട് ഉണ്ടാവുമെന്നുള്ളത് കണ്ടറിയണം എന്നേ പറയാനുള്ളൂ.